SSLC ഓണം എക്സാം മലയാളം ഫസ്റ്റിൽ 20+ മാർക്കാണ് നമ്മളിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏവർക്കും MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത്തരം അടിപൊളി കണ്ടന്റുകളുമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇനി ഈ ഓണപ്പരീക്ഷ MS-ൻ്റെ പ്രഡിക്ഷൻ ഒരു നമ്മൾ തുറന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് MS-ന് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകല്ലേ ചെറുപ്പക്കാരി. നോട്ട് ദ പോയിന്റ്. ഇനി നിങ്ങൾക്ക് അപ്പം ഒരുപാട് വീഡിയോകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പബ്ലിക് വീഡിയോസുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. മലയാളം, അറബി, ഉറുദു, സംസ്കൃതം, നിങ്ങൾക്ക് വേണ്ട ഹിന്ദിയുടെ കണ്ടന്റുകൾ, പ്രഡിക്ഷൻ കണ്ടന്റുകൾ ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം യൂട്യൂബ് 3 നോട്ടിഫിക്കേഷൻ തരുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. സോ ആ ഒരു ലാഗ് ഒഴിവാക്കാൻ വേണ്ടി, ഡിലേ ഒഴിവാക്കാൻ വേണ്ടി MS സൊല്യൂഷൻസിൻ്റെ SSLCയുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. വാട്സപ്പ് ചാനലിലെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കയറിയേക്കണേ ചെറുപ്പക്കാര. റെഡി? നമ്മളിതാ SSLC ഓണം എക്സാം മലയാളം ഫസ്റ്റിൻ്റെ പ്രഡിക്ഷൻ മനക്കിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ യൂണിറ്റായ ഭാഷപൂത്തും സംസ്കാരം തളിർത്തും. ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. നമ്മുടെ കഥകളതിമോഹനവും സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളും, അതോടൊപ്പം തന്നെ മാതൃഭാഷ, നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന് പറയുന്ന 3 പാർട്ടുകളാണ്, അല്ലെങ്കിൽ 3 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ നേരെ പ്രഡിക്ഷനിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചോടാ, കഥകളതിമോഹനിൽ നിന്ന് ഏറ്റവും ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്, വൻപനാം കർണനോടാശു സുയോധന നൻപോടു സേനാപതിയാക നീ എന്നാൻ. സന്ദർഭം വിശദമാക്കുക. എടാ, പ്രാചീന ആൾക്കാരായിട്ടുള്ള, പ്രാചീന കവികളായിട്ടുള്ള ആൾക്കാരുടെ വാക്കുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം അത്രമേൽ അർത്ഥവത്തായിട്ടുള്ള ചെറിയ വാക്കുകളായിരിക്കും, പക്ഷേ വലിയ അർത്ഥമായിരിക്കും ഉണ്ടാവുക. സോ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കഥകളതിമോഹനത്തിലെ 2 വരികളോ 3 വരികളോ 4 വരികളോ തന്നുകൊണ്ട് നിങ്ങളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ നാളത്തെ ഓണപ്പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ദുര്യോധനൻ പറയുന്നുണ്ട്, കർണ നീയാകണം നമ്മുടെ രാജ്യത്തിൻ്റെ സേനാധിപതി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് ദ്രോണാചാര്യരാണെന്ന് കാണിക്കുന്ന ആ ഒരു സൗഹൃദ ബന്ധമുണ്ടല്ലോ, ആ ഒരു ബഹുമാന സംസ്കാരക ഭാഷയുണ്ടല്ലോ, അത് വലിയൊരു കാര്യം തന്നെയാണ്. റെഡി? സോ കർണൻ്റെ ഒരു സവിശേഷത തന്നെയാണ് അർജുനൻ വലിയൊരു കാര്യം പറയുമ്പോഴും, അർജുനനല്ല, ദുര്യോധനൻ പറയുന്ന സമയത്തും, ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ ശരശയ്യയിലായപ്പോഴും കൗരവർ യുദ്ധഭൂമിയിൽ പകച്ചുപോയ സമയത്തുണ്ടായിരുന്ന ആ ഒരു സേനാധിപതിയായിട്ട് നമ്മുടെ സൈനികരെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് നയിക്കാൻ കർണനേക്കാൾ യോഗ്യത ദ്രോണാചാര്യനാണ് എന്ന് പറയുന്നത് ആരാ? കർണൻ തന്നെയാണ്. വലിയൊരു ഓഫറാണ് എന്ത് ചെയ്തത്, അദ്ദേഹം നെഗ്ലക്റ്റ് ചെയ്തത്. റെഡി? കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൽ കർണസുഖം ഞാൻ പറകയില്ലാരും. SSLC ഓണം എക്സാം 2026 എഴുതി വെച്ചോ ചെറുപ്പക്കാരാ. നാളത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ ഈ വരി കണ്ടിരിക്കും, അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. കർണസുഖം ഞാൻ പറകയില്ലാരും. ആ വരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശകലനം ചെയ്യുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാനുള്ള, താരതമ്യം ചെയ്യാനുള്ള ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ കണ്ടിരിക്കും. റെഡി? ഇനി ഒരു സിമ്പിൾ ചോദ്യമാണ്, കഥകളതിമോഹനം എന്ന പാഠഭാഗത്തിൻ്റെ കർത്താവ് ആരാണ്? കർത്താവ് യേശു ക്രിസ്താണോ? അല്ല. ആരാണ് എഴുതിയത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് എഴുതിയത്. ഈ കവിത ഏത് കൃതിയിൽ നിന്നുള്ളതാണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. 1 മാർക്കിൻ്റെ ചോദ്യം. ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ളതാണ് കഥകളതിമോഹനം. റെഡി? മന്നവ കേൾക്ക ഭരദ്വാജനന്ദന നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ, പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടോ മന്നവ സങ്കടമുണ്ടാകയില്ലേതും. കഥകളതിമോഹനം. മന്നവ എന്ന് പറയുന്ന ഈ ഒരു വരിയില്ലേ, മന്നവ എന്ന് ആവർത്തിക്കുന്ന ഒരു വരിയില്ലേ, ഈ വരി നാളത്തെ പരീക്ഷാ പേപ്പറിൽ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എഴുതി വെച്ചോ, മാർക്ക് ചെയ്ത് വെച്ചോ. SSLC ഓണം എക്സാം 2026 കർണൻ്റെ സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ചോദ്യം പരീക്ഷാ പേപ്പറിൽ കണ്ടിരിക്കും. അത് ഡയറക്റ്റ് കഥാപാത്ര നിരൂപണം എന്ന് പറയണമെന്നില്ല, വരികൾ തന്നുകൊണ്ട് കർണനെ സവിശേഷത കാണിച്ചു കൊടുക്കാനായിരിക്കും പറയുക. അത് മാർക്കിനനുസരിച്ച് മാറും. എന്തായാലും ഒരു കഥാപാത്ര നിരൂപണത്തിന് സാധ്യതയുള്ളൊരു വ്യക്തി തന്നെയാണ് ആര്? കർണൻ എന്ന് പറയുന്നത്. സേനാപതിയാകാനുള്ള ദുര്യോധനൻ്റെ ആവശ്യം കർണൻ നിരസിക്കാൻ കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഒരു 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്കൊക്കെ, അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ചോദ്യത്തിലേക്കൊക്കെ കഥകളതിമോഹനം ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ? ആചാര്യനായ ദ്രോണർ യുദ്ധക്കളത്തിൽ ഇരിക്കുമ്പോൾ താൻ സേനാപതിയാകുന്നത് ഉചിതമല്ലെന്ന് കർണൻ കരുതി.
ഗുരുവിനോടുള്ള ബഹുമാനവും യുദ്ധനീതിയും മുൻനിർത്തിയാണ് കർണൻ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്. എടാ, വാപ്പ അടുത്തുള്ള സമയത്ത് മക്കൾ ചെന്ന് ഇനാഗുറേഷൻ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഉപ്പനോട് ഇനാഗുറേഷൻ ചെയ്യാൻ പറയുന്നതാ. ഇമാമായി നിൽക്കാൻ വാപ്പയാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് പോലെ കർണൻ പറയാണ്, എൻ്റെ ഗുരുവായ ദ്രോണാചാര്യർ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തായ ദ്രോണാചാര്യർ, അല്ലെങ്കിൽ എൻ്റെ ഗുരു, നമ്മുടെ എന്താ പറയുക, സൗഹൃദങ്ങൾക്കപ്പുറമാണ് ദ്രോണാചാര്യർ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത്. പോട്ടെ, കുഴപ്പമില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിന് വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഹംസം എന്ന് പറയുന്ന സുവർണ ചിറകുകളാൽ ഭംഗിയുള്ള ഹംസത്തിൻ്റെ ഭംഗി കണ്ട് കിളിവാറിപ്പോയ നളനുണ്ട്. ആ നളനാണ് യമന്തി. നോക്കിക്കോ, സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. അയ്യോ ഗുണവുമനവധി ദോഷമായതു ഹംസം ഇങ്ങനെ വിലപിക്കാൻ കാരണമെന്ത്? എഴുതി വെച്ചോ മക്കളെ, എഴുതി വെച്ചോ. MS പക്കാ പ്രൊഡിക്ഷൻ ചെയ്യാണ്. SSLC ഓണം എക്സാം 2026 നിങ്ങൾ കാണാൻ പോകുന്ന ഒരു വരിയാണ്, അയ്യോ ഗുണവുമനവധി ദോഷമായതോ. എത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും അതെല്ലാം ദോഷമാണെന്ന് ഹംസം വിലപിക്കപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. റെഡിയല്ലേ? അതായത് സ്വർണ്ണവർണ്ണമുള്ള ഹംസത്തെ നളൻ പിടികൂടുന്ന, തൻ്റെ ഭംഗി കണ്ടാണ് രാജാവ് തന്നെ പിടികൂടിയതെന്നുള്ള ഹംസത്തിൻ്റെ ആ ഒരു സങ്കടമുണ്ടല്ലോ, അത് വലിയൊരു കാര്യം തന്നെയാണ്. റെഡി? വിവശം നിരവലംബം മമ കുടുംബവും ഇനി ജനകൻ മരിച്ചുപോയി തനയൻ ഞാനൊരുത്തനൻ ജനനി തൻ്റെ ദശ ഇങ്ങനെ അയ്യോ ഗുണവും അനവധി ദോഷമായതു. സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളിൽ നിന്ന് നിങ്ങളോട് പറയും, ഹംസം എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. നളനേക്കാൾ കൂടുതൽ സാധ്യത ഹംസത്തിനാണ്. കാര്യം നളൻ എന്ന് പറയുന്നത് രാജാവാണ്. രാജാവിൻ്റെ സവിശേഷതയേക്കാൾ അപ്പുറത്തേക്ക് ഹംസത്തിൻ്റെ സവിശേഷതയാണ് അവിടെ പ്രാധാന്യം വരുന്നത്. എന്നാൽ അതിനേക്കാൾ വലിയ പ്രയോറിറ്റി ഉണ്ട് നമ്മുടെ കർണൻ. ഈ ഒന്നാമത്തെ യൂണിറ്റിലാണെങ്കിൽ കർണൻ നളൻ എഴുതി വെച്ചോ. പക്ഷേ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു വെങ്കടേശനുണ്ട്. കറക്റ്റ് ഏതാണ് ഈ കറക്റ്റ് കഥാപാത്ര നിരൂപണം സാറേ? MS ഒന്ന് പറയും ചോദിച്ചാൽ ഞാനത് പറയും. ഇന്ന് രാത്രി 7:30 ലൈവിൽ കഥാപാത്ര നിരൂപണം പറഞ്ഞുകൊണ്ടായിരിക്കും MS സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. റെഡി? യെസ്. ഗുണവും അനവധി ദോഷമായതു. ഈ ഹംസത്തിൻ്റെ ഈ വാക്കുകളിലെ ആശയം എന്താണ് അറിയാമല്ലോ? ഗുണങ്ങൾ ദോഷമായി തീരുന്നു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന ശീർഷകം ആട്ടക്കഥാ ഭാഗത്തിന് എത്രമാത്രം ഉചിതമാണ്. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക. സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജന്മനാ ലഭിച്ച ആ ചിറകുകൾ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മറികടക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടല്ലോ, അത് വലിയൊരു ഘടകമാണ്. റെഡി? ഓക്കെ. എന്തായാലും ഹംസവുമായി ബന്ധപ്പെട്ട ഹംസത്തിൻ്റെ നളൻ പിടികൂടുന്ന സന്ദർഭവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം എന്തായാലും പരീക്ഷിക്കാം. ഓക്കെ. തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത്. മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത്? അതുകൊണ്ട് കേരളത്തിലെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് മാതൃകയാക്കേണ്ടി വരുന്ന ഒരാളാണ് ഹംസം. തൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് മരണസമയത്തും അദ്ദേഹം ആ ഒരു അരയന്നം ചിന്തിക്കുന്നത്. സ്വർണ്ണ നിറങ്ങളോട് കൂടി അരയന്നം ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഹംസത്തിൻ്റെ കഥാപാത്ര നിരൂപണത്തിന് വലിയൊരു പ്രാധാന്യം നാളത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റെഡി? യെസ്. നളൻ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുക. ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി. പാഠഭാഗത്ത് നിന്ന് നളൻ്റെ സ്വഭാവ സവിശേഷതകൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു വെക്കണം. ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരുണ്യവാനും വിവേകിയുമാണ്, സ്വാതന്ത്ര്യ ബോധമുണ്ട്. ഓക്കെ. പെട്ടെന്നുണ്ടായ ഒരു പിടിക്കണം തോന്നി, നമ്മുടെ അരയന്നത്തെ പിടിച്ചു. അരയന്നം കറക്റ്റ്, ഹംസം കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ വിട്ടുകൊടുക്കുന്നുണ്ട്. കാരണം രാജാവ് എന്തല്ല, നമ്മൾ പണ്ട് അമർ ചിത്രകഥ കഥകളിലൊക്കെ വായിക്കും പോലെ എന്താ പറയുക, ആരെവിടെ, ഞാനിവിടെ, അര എന്ന് പറയുന്ന ആരല്ല, രാജാവല്ല നമ്മുടെ നളൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. അറിയാമല്ലോ, പ്രകാശ് രാജിൻ്റെ ഒരു സ്വന്തം ആത്മഹത്യാക്കുറിപ്പല്ല, ആത്മാർത്ഥമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ഒരു കാര്യം പറയുകയാണ് മാതൃഭാഷയെക്കുറിച്ചുള്ളത്. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം SSLC ഓണം എക്സാമിന് ചോദിക്കാനുള്ളൊരു ചാൻസ് വളരെ വളരെ കൂടുതലാണ്. എഴുതി വെച്ചോ. റെഡി?
റെഡി? എൻ്റെ ഭാഷ എൻ്റെ അഭിമാനം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും അവസാനം ഒരു മാർക്കിന് 8 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് ചോദിക്കുന്ന ഉപന്യാസമില്ലേ, ആ ഉപന്യാസം ചോദിക്കുന്നത് അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാതൃഭാഷയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരിക്കും. എഴുതി വെച്ചോ. SSLC ഓണം എക്സാം 2026 മാതൃഭാഷ എൻ്റെ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രഭാഷണമോ അല്ലെങ്കിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാനോ ചോദ്യം വന്നേക്കാം. സാർ ഇങ്ങനെ ഡയറക്റ്റാണ് ചോദിക്കുക, അല്ല വേണമെങ്കിൽ ഇങ്ങനെയും എന്ത് ചെയ്യാം, എങ്ങനെ ഒരു പോസ്റ്റർ പോലെ തന്നിട്ട് ഒരു പിക്ചർ തന്നിട്ട് അതിലുള്ള ആമുഖം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിതാ കേരളപ്പിറവിയുടെ സമയത്ത് നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലയിലിരുത്തിയിരിക്കുകയാണ്. വീടുകളിലും അത് തന്നെ ഗതി. പ്രകാശ് രാജ് പറയുകയാണ്. അതുകൊണ്ട് കേരളപ്പിറവി ദിവസത്തിൽ നമ്മളിവിടുന്ന് പ്രസംഗിക്കുന്നുണ്ട്, മാതൃഭാഷ അമ്മയാണ്, അച്ചാമ്മയാണ്, അന്നമ്മയാണ്, ബാക്കി അടുത്ത വർഷം ഇതേ ദിവസം കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാർട്ടൂൺ. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യ. SSLC പബ്ലിക് എക്സാം, നോട്ട് ദ പോയിന്റ്. നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ മെയിൻ എക്സാം 2026 4-6 മാർക്കിന് ചോദിച്ച ചോദ്യമാണിത്. പ്രഭാഷണം ഉപന്യാസം തയ്യാറാക്കാൻ ആരെക്കുറിച്ച്? മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച്. സോ മാതൃഭാഷയുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു ചോദ്യം, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് മാതൃഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. റെഡി? ഇനി നമ്മുടെ 3ാമത്തെ യൂണിറ്റിലേക്ക് പോകുന്ന സമയത്ത് റെസിഡന്റ് എഡിറ്ററിലേക്കാണ് പോകുന്നത്. പക്ഷേ ബാലൻസ് ഉള്ള ചോദ്യങ്ങൾ, ഇനിയുള്ള പ്രഡിക്ഷൻ നമ്മളിപ്പോൾ 20 മാർക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ടോട്ടൽ 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇന്ന് രാത്രി 7:30 MS സൊല്യൂഷൻസിൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വരണം, ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് 2 യൂണിറ്റ് അടിപൊളിയായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പക്കാ പ്രഡിക്ഷനിലൂടെ നമുക്ക് പഠിക്കാം. റെഡി? പക്കാ പ്രഡിക്ഷനിലൂടെ പഠിക്കാം കേട്ടോ. അപ്പോൾ വരാൻ മറക്കരുത്. ഇന്ന് രാത്രി 7:30 MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ വരാൻ മറക്കല്ലേ.